ഇന്ന് ഞാൻ റമദാൻ നോമ്പിന് മുന്നൊരുക്കമായിട്ട് നമ്മൾ ചെയ്തു വെക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതിൽ കുറച്ച് കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഒരുപാടൊന്നുമില്ല, ചെറിയ വീഡിയോ ആയിട്ടാണ് കാണിക്കുന്നത്. എല്ലാവരും ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ചെയ്ത് കഴിഞ്ഞവരൊക്കെ ഉണ്ടാവും കേട്ടോ. എന്നാലും ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നോക്കാം എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ നോമ്പിന് വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്ത് നോമ്പ് തുറക്കുമ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഈത്തപ്പഴം അല്ലെങ്കിൽ കാരക്കയാണല്ലോ. അപ്പോൾ അത് ഞാനൊരു കുപ്പിയിലാക്കിയിട്ട് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. എപ്പോഴും ചിലപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ട് ആ ഒരു കവറിൽ തന്നെ ആവശ്യത്തിനുള്ള അതിൽ തന്നെ എടുത്ത് ചുരുട്ടി അവിടെ സൈഡിൽ വെക്കുകയായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ ഒരു കുപ്പിയിലാക്കിയിട്ട് എടുത്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് എന്തെങ്കിലും ജ്യൂസ് അല്ലെങ്കിൽ വെള്ളം, അതായത് നമ്മൾ നാരങ്ങ വെള്ളമൊക്കെ പോലത്തെ കുടിക്കാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ അങ്ങനെ കുടിക്കുന്ന ശീലമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്തു വെക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ചൊരു ലെമൺ ജ്യൂസ്, നാരങ്ങ നീരെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഓറഞ്ച് ജ്യൂസ്, പിന്നെ മുന്തിരി ജ്യൂസ്, പിന്നെ അനാറ് നല്ലത് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ കുറച്ച് ജ്യൂസ് എടുത്തിട്ട് ഫ്രീസ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് അഡ്വാൻസ് ആയിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുമ്പോൾ, നിങ്ങൾ ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത്. എന്നിട്ട് വേണം നമ്മൾ നോമ്പിന് വേണ്ടിയിട്ട് ഒരുപാട് എടുത്തിട്ട് ഫ്രീസറിലൊക്കെ വെക്കാൻ. അതായത് ഓറഞ്ചിൻ്റെ ഒക്കെ ജ്യൂസ് എടുത്ത് വെക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു കയ്പ്പ് രുചി വരാൻ ചാൻസ് ഉണ്ട്. എനിക്കിതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഞാൻ ഇപ്പോൾ മുസമ്പിയുടെ ജ്യൂസാണ് എടുക്കുന്നത്. പിന്നെ ലെമൺ ജ്യൂസും കയ്പ്പിൻ്റെ ടേസ്റ്റ് ഇതുവരെ വന്നൊരു ഫീലിംഗ് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ചെയ്ത് സക്സസ് ആവുകയാണെങ്കിൽ കണ്ടിന്യൂ ചെയ്തോ. പക്ഷെ നല്ല എളുപ്പമായിരിക്കും കേട്ടോ അങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ. പിന്നെ മുന്തിരി ഫ്രഷ് ജ്യൂസ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒരാഴ്ചക്കൊക്കെ വേണ്ടിയിട്ട് ഫ്രീസറിൽ സ്റ്റോക്ക് ചെയ്യുകയാണെങ്കിലും അത് നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയായിരിക്കും. കറക്റ്റ് ആ സമയത്ത് നമുക്ക് എടുത്താൽ മതി. പിന്നെ പറയാനുള്ളത്, ഈ അനാറുണ്ടല്ലോ, പൊമഗ്രാനൈറ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് നല്ല മൂത്തതല്ല, നല്ല പഴുത്തതല്ല എന്നുണ്ടെങ്കിൽ അതിനൊരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഫ്രീസറിൽ എടുത്ത് വെച്ചാൽ ഭയങ്കര കയ്പ്പായിരിക്കും. അപ്പോൾ അത് നല്ല ഫ്രഷായിട്ട് നല്ല ടേസ്റ്റിൽ നല്ല മധുരത്തിൽ കിട്ടുകയാണെങ്കിൽ അതും വേണമെങ്കിൽ ഇതുപോലെ എടുത്ത് വെക്കാം. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഇവിടെ ഫ്രഷ് ജ്യൂസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ലെമൺ നമ്മൾ സാധാരണ പിഴിയുന്ന പോലെ തന്നെ പിഴിഞ്ഞെടുത്താണ്, കുരുവൊന്നും പെടാതെ തന്നെ. അതുപോലെ തന്നെ മുസമ്പിയും മിക്സിയിൽ ഇടാതെ കൈകൊണ്ട് തന്നെ പിഴിഞ്ഞെടുത്തിട്ടുള്ള അതിൻ്റെ ഫ്രഷ് ജ്യൂസാണ്. പിന്നെ മുന്തിരി ജ്യൂസറിൽ ചെയ്തെടുത്തതാണ് കേട്ടോ, കുറച്ച് പഞ്ചസാരയും ചേർത്തിട്ട് അടിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് അനാറും ജ്യൂസറിൽ ഒന്നങ്ങ് കറക്കി എടുത്തിട്ടാണ് കുറച്ച് പഞ്ചസാര ചേർത്തിട്ട്. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് മുന്തിരി ജ്യൂസ് ഒഴിച്ചു, പിന്നെ നമ്മൾ മുസമ്പി ജ്യൂസ് ഒഴിച്ചിട്ടുണ്ട്. ഇത് അനാറിൻ്റെ ജ്യൂസാണ്. പിന്നെ കുറച്ച് നാരങ്ങ നീര്, ലെമൺ ജ്യൂസും ഇതുപോലെ ഒഴിച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് നല്ല കട്ടയാക്കി എടുക്കുക. വെക്കുന്ന സമയത്ത് ഒന്ന് കവർ ചെയ്ത് വെക്കാനും ഫോയിൽ പേപ്പർ അങ്ങനെ എന്തെങ്കിലും കവർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അങ്ങനെ കട്ടയാക്കിയതിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രിങ്കുകൾ ചെയ്യാം കേട്ടോ. ഞാൻ കാണിക്കുക എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് എടുത്താൽ മതിയല്ലോ, പുറത്ത് എടുക്കുക, ആവശ്യമുള്ള എടുത്തിട്ട് ബാക്കിയുള്ളത് കവർ ചെയ്തിട്ട് ഫ്രീസറിൽ തന്നെ വെക്കാവുന്നതാണ്. ഇതിപ്പോൾ ഇവിടെ എല്ലാം നല്ല ഫ്രീസായി നല്ല കട്ടയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി വെള്ളമൊക്കെ കലക്കുന്ന സമയത്ത്, നോമ്പ് തുറക്കുന്ന സമയത്ത് വെള്ളം കലക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു ലെമണിൻ്റെ ക്യൂബ് എടുക്കുക, നാരങ്ങ നീര്. എന്നിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള നല്ല തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ തണുപ്പ് വെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ സാധാരണ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പം ഈ ഒരു കട്ട ലെമൺ ജ്യൂസ് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഉണ്ടാവട്ടെ. ഇപ്പോൾ വലിയ ഐസ് ക്യൂബ് ആയതുകൊണ്ട് തന്നെ ഒരു 3 ആൾക്ക് സെർവ് ചെയ്യാനുള്ള ജ്യൂസ് നമുക്ക് ഇതിൽ തന്നെ കിട്ടും. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഈ പറഞ്ഞ പോലെ തന്നെ നോമ്പിൻ്റെ സമയത്ത് പഞ്ചസാര കുറച്ച് പൊടിച്ച് വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഇങ്ങനെയൊക്കെ വെള്ളം സ്ഥിരമായിട്ട് കലക്കുന്നവർക്ക് കിട്ടും, അല്ലാത്തവർക്ക് കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ കുറച്ച് പഞ്ചസാര പെട്ടെന്ന് അങ്ങോട്ട് ഇട്ട് മിക്സ് ആക്കി എടുക്കാൻ പറ്റും. നോമ്പ് തുറ സമയത്തൊക്കെ എളുപ്പമായിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് ഫ്ലേവറിന് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പുതിനയുടെ ഫ്രഷ് ആയിട്ടുള്ള ഇലയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിരിക്കും. അപ്പോൾ അതും കുറച്ച് കൈകൊണ്ട് മുറിച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് സബ്ജ സീഡ്സും കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും ഒരു 1-2 ടീസ്പൂൺ എത്രയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. നമ്മൾ നാരങ്ങ നീര് പുളി പാകമാണോ എന്നുള്ളത്. പുളി കൂടുതലാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കട്ടെ, അത്യാവശ്യത്തിന് പുളി ഇതിൽ തന്നെ ഉണ്ടാവും. എന്നിട്ട് ഇത് ഗ്ലാസ്സിലേക്ക് എടുക്കുന്ന സമയത്ത് ഏത് ജ്യൂസിൻ്റെ ക്യൂബാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്തിട്ട് ബാക്കി നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നാരങ്ങയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ശരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതിൽ ഏതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴും സൂപ്പർ ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പം ഈ ഒരു രീതിയിൽ ഇത് സെർവ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസ് ആണ് കേട്ടോ റെഡിയാക്കുന്നത്. നമുക്ക് നോമ്പിൻ്റെ സമയത്ത് കൂടുതലും സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ബ്രെഡ് ക്രംസ് ഒരുപാട് ആവശ്യം വരലുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് കുറച്ച് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും. കാരണം വൈകുന്നേരം സമയത്ത് ഭയങ്കര തിരക്കൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ബ്രെഡ് പൊടിച്ച് റെഡിയാക്കുമ്പോഴേക്കും പിന്നെ ഒരുപാട് സമയം വേസ്റ്റ് ആവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള കുറച്ച് ബ്രെഡ് ഇതിലിട്ടിട്ട് ഒന്നങ്ങ് ടോസ്റ്റ് ചെയ്തെടുക്കുക. എണ്ണയൊന്നും വേണ്ട കേട്ടോ, ഡ്രൈ ആയിട്ട് അങ്ങ് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇത് 2 ഭാഗം ഒന്ന് ഡ്രൈ ആവുന്ന വരെ തിരിച്ചു മറിച്ചു ഇട്ട് കൊടുക്കുക. ഒരുപാട് കരിയരുത് കേട്ടോ, ഒന്നങ്ങ് ഡ്രൈ ആയി കിട്ടിയാൽ മാത്രം മതി. അങ്ങനെ ആവശ്യത്തിനുള്ള ബ്രെഡ് സ്ലൈസ് എടുക്കുക. ഞാനിപ്പോൾ ഒരു 10 ബ്രെഡ് പീസ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു 10 പീസ് ബ്രെഡും നല്ല ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചിട്ടിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഈ ചൂടോട് കൂടി തന്നെ പൊടിക്കേണ്ട, ഒന്നങ്ങ് ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക.
ഈ പൊടിനെ ഒന്നുകൂടെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. എന്നാലും നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് വെക്കുമ്പോൾ കുറച്ച് വെക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് മൊത്തത്തിലിട്ടിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക. അടിഭാഗം ചേർത്ത് ഇളക്കി കൊടുക്കണം കേട്ടോ, കാരണം പെട്ടെന്ന് ബ്രെഡ് പൊടിയല്ല, അപ്പോൾ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. കരിയൊന്നും ചെയ്യാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക, നല്ലൊരു ക്രിസ്പി ആവുന്നത് വരെ. ഇതിപ്പോൾ ഒന്ന് കുറച്ച് നേരം വറുത്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കണ്ട, ചിലപ്പോൾ അടിയിലിരുന്ന ബ്രെഡ് പൊടി ഒന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നോക്കുന്ന സമയത്ത് അത്രയ്ക്കൊരു ക്രിസ്പി തോന്നില്ല, പക്ഷേ ഇതിൻ്റെ ചൂടങ്ങ് മുഴുവനായിട്ട് പോയി കഴിഞ്ഞാൽ കയ്യിൽ ഇങ്ങനെ എടുത്ത് നോക്കുന്ന സമയത്ത് നല്ലൊരു ക്രിസ്പി ആയിട്ടുണ്ടാവണം. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് ക്രംസ് റെഡി ആയിട്ടുണ്ട്. കട്ട്ലറ്റ് അല്ലെങ്കിൽ ബ്രെഡ് റോള്, ചിക്കൻ റോളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഉപകാരമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു ബ്രെഡ് ക്രംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നല്ല ചൂടാറിയതിന് ശേഷം വേണം നല്ല എയർടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നല്ല അടച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. കാറ്റ് കിടക്കാത്ത രീതിയിലുള്ള ഒരു കുപ്പിയിലോ പാത്രത്തിലോ ആക്കിയിട്ട് എടുത്ത് വെച്ചാൽ മതി. ഇനി അടുത്തത് കുറച്ച് വലിയ ജീരകം ഒന്ന് ചൂടാക്കി പൊടിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കൂടുതലും ചിക്കനും ബീഫൊക്കെ വെക്കുന്ന സമയത്ത് വലിയ ജീരകം കുറച്ച് വേണ്ടി വരും. ഞാൻ എല്ലാത്തിലും കുറച്ച് വലിയ ജീരകത്തിൻ്റെ പൊടി ഇടുന്ന ആളാണ്. ഇപ്പോൾ എന്തെങ്കിലും ഫില്ലിങ് മസാലയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇത്തിരി ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഒരുപാട് നേരം വറുക്കൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് അങ്ങ് ചൂടായി കിട്ടിയാൽ മതി, കരിയുന്ന രീതിയിലല്ല കേട്ടോ. എന്നിട്ട് മിക്സിയുടെ ജാറിൽ, ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അതായത് വറുത്തിട്ട് ചൂടാറിയതിന് ശേഷം അത് ഒരു കുപ്പിയിലേക്കാക്കി എടുത്ത് വെക്കാം. ഈ ഒരു വലിയ ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിലും നല്ലതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് എത്രയ്ക്ക് അളവ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുത്ത് വെച്ചാൽ മതി. പിന്നെ എപ്പോഴും ആവശ്യം വരുന്ന ഒന്നാണ് കുരുമുളക് പൊടി. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കുരുമുളക് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ച് വെക്കുന്നുണ്ട്. കുരുമുളക് ഇതിപ്പോൾ ഞാൻ നാട്ടിൽ നന്നായിട്ട് കഴുകി ഉണക്കി കൊണ്ടുവന്നിട്ടുള്ള കുരുമുളകാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം, കഴുകി എടുത്തതിന് ശേഷം വേണം വറുക്കാനായിട്ട്. ഒരുപാട് വറുത്ത് മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്നങ്ങ് ചൂടാക്കിയതിന് ശേഷം ആ ചൂട് ആറിയതിന് ശേഷം പിന്നെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് പൊടിച്ചെടുത്താൽ മതി. തരിതരിപ്പോട് പൊടിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പൊടിക്കുക, അല്ലാതെ ഫൈൻ ആക്കാത്തായിരിക്കും നല്ലത്. കുറച്ചൊരു തരിതരിപ്പ് ഉണ്ടാവുന്നത് തന്നെയായിരിക്കും നല്ലത്. അതൊന്നൊരു ചൂട് ആറിയിട്ടുണ്ടാവുമല്ലോ, അത് ഒരു കുപ്പിയിലേക്ക് ആക്കിയിട്ട് അടച്ച് എടുത്ത് വെക്കാം. പിന്നെ നോൺ വെജ് കറികൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഒന്നാണ് ഗരം മസാല എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഗരം മസാല ഞാനിപ്പോൾ സിമ്പിളായിട്ടുള്ള നമ്മൾ സാധാരണ കറികൾക്കൊക്കെ എടുക്കുന്ന ഒരു ഗരം മസാലയാണ് കേട്ടോ എടുക്കുന്നത്. ബിരിയാണി മസാല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിക്കൻ ദം ബിരിയാണിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു രീതിയിലുള്ള മസാലയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്തൊരു കുപ്പിയിലാക്കി വെക്കുക. ഇതുപോലെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലാക്കിയിട്ടും വെക്കുക. ഇതിപ്പോൾ ഞാനിവിടെ ചൂടാക്കുന്നൊന്നുമില്ല, ആ ഒരു വറുത്തിട്ടുള്ള ഒരു മണവും കാര്യമാണ് നിങ്ങൾക്ക് ഇഷ്ടം, നിങ്ങൾ കറികൾക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ എടുത്താൽ മതി. ഞാനിത് ഒന്നിച്ചങ്ങ് മിക്സിഡ് ജാറിലേക്ക് ഇട്ട് പൊടിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ കറക്റ്റ് അളവ് ഇപ്പോൾ ഇവിടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഗരം മസാലപ്പൊടി നമുക്ക് വീട്ടിൽ തന്നെ റെഡി ആയിട്ടുണ്ട്. ചിക്കനും ബീഫൊക്കെ വെക്കുന്ന സമയത്ത് ആവശ്യമായിരിക്കും. അപ്പോൾ അതും ഒരു കുപ്പിയിലേക്ക് ആക്കിയിട്ട് മാറ്റി വെക്കാം. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ ഒരു കപ്പ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ എടുക്കുമ്പോൾ നാടൻ ഉണ്ടെങ്കിൽ അത് എടുക്കായിരിക്കും കേട്ടോ നല്ലത്, കുറച്ചുകൂടെ നന്നായിരിക്കും. എൻ്റെ അടുത്ത് ഇപ്പോൾ അത് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. പിന്നെ ഇഞ്ചി എടുക്കുന്ന സമയത്ത് വെളുത്തുള്ളിയുടെ അത്രയ്ക്ക് വേണ്ട, ഒരു കപ്പ് എടുക്കുന്ന സമയത്ത് ഒരു അരക്കപ്പ് ഇത്തിരി കൂടെ മതി ഇഞ്ചി. ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഒരു ചതയ്ക്കുന്ന രീതിയിൽ, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് പേസ്റ്റ് ആവേണ്ടെന്നുണ്ടെങ്കിൽ ഏത് രീതിയിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ആക്കിയെടുക്കുക. എന്നിട്ട് ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഓയിലൂടെ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ മിക്സിയിലേക്ക് ഇട്ടിട്ട് അരച്ചെടുത്താലും മതി കേട്ടോ. ഒന്നിച്ചിട്ട് ഇങ്ങനെ ഓയിലും ഉപ്പൂടെ ചേർത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ കുറച്ച് ദിവസമൊക്കെ സൂക്ഷിക്കാനായിട്ട് പറ്റും. ഇങ്ങനെ ഉണ്ടാക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ കാര്യമായിട്ട് കറികൾക്കൊന്നും എടുക്കാറില്ല കേട്ടോ. ചിക്കനൊക്കെ മസാല ആക്കാൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയാണ് എടുക്കാറുള്ളത്. കാരണം കറിയിൽ ഇത്ര ഫൈനായിട്ട് പേസ്റ്റ് ആക്കിയത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഉണ്ടാക്കിയിട്ടില്ല, ചെറിയൊരു കുപ്പിയിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഉണ്ടാക്കിയിട്ടുള്ളൂ. എന്നിട്ടിത് അടച്ചിട്ട് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാം. പിന്നെ നോമ്പാവുന്ന സമയത്ത് എല്ലാവരും ചെയ്തു വെക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. നമ്മൾ സാധാരണ വീട്ടിൽ മല്ലി മുളകൊക്കെ കഴുകി ഉണക്കി പൊടിപ്പിച്ചൊക്കെ വെക്കാറുണ്ട്. അപ്പം ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ ചെറിയ കുപ്പിയിലാണ് എടുക്കാറുള്ളത്. അപ്പോൾ അതിലേക്ക് കുറച്ച് നിറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നാട്ടിൽ നിന്ന് കഴുകി ഉണക്കി പൊടിപ്പിച്ച് വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നോമ്പാവുന്ന സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് ഒരു എടുത്ത് വെക്കലുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ ജസ്റ്റ് എടുത്തു തന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് ബീഫ് മസാലയും ചിക്കൻ മസാലയും റെഡിമെയ്ഡ് വാങ്ങിച്ചതുണ്ടായിരുന്നു കേട്ടോ ഷോപ്പിൽ നിന്ന്. അത് ഒരു കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഫില്ലിങ്ങിന് കുറച്ച് ഇതുപോലത്തെ മസാലപ്പൊടികൾ ഇടലുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഇടുന്നവരാണെങ്കിൽ അതുകൂടെ ഒന്ന് കരുതി വെക്കാം. ഇത് കുറച്ച് പഞ്ചസാര പൊടിച്ച് വെച്ചതാണ്. നമ്മളിപ്പോൾ നേരത്തെ നാരങ്ങ വെള്ളം കലക്കിയില്ലേ, അങ്ങനത്തെയൊക്കെ സമയത്ത് പെട്ടെന്ന് ഇപ്പോൾ നോമ്പിൻ്റെ തുറക്കുന്നതിന് തൊട്ട് മുമ്പൊക്കെ നാരങ്ങ വെള്ളം കലക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു പഞ്ചസാര ഇട്ടിങ്ങനെ കലക്കി എടുക്കുമ്പോൾ കുറച്ച് ലേറ്റാവും. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി പൊടിച്ച് വെക്കാം കേട്ടോ. ഞാൻ ഒരുപാടൊന്നും എടുത്ത് വെക്കലില്ല, ഒരുപാട് അങ്ങനെ ഞങ്ങൾ വെള്ളം ഉണ്ടാക്കലില്ല നോമ്പ് തുറക്കുന്ന സമയത്ത്, എന്നാലും കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്.
പിന്നെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് നൈസ് പത്തിരി അല്ലെങ്കിൽ ഇടിയപ്പമൊക്കെ നോമ്പ് തുറക്കുന്ന സമയത്ത്. അപ്പോൾ കുറച്ച് പത്തിരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വറുത്ത അരിപ്പൊടിയാണിത്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ ഏകദേശം തീർന്നു തുടങ്ങി കേട്ടോ. ഇനി ഇത് തീരുന്ന സമയത്ത് പുറത്തുനിന്ന് വാങ്ങിക്കണം. അപ്പോൾ ഞാൻ കാണിക്കാൻ കാരണം വെച്ചാൽ കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ ഞാൻ ഏത് കമ്പനിയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് കേട്ടോ. ബ്രാൻഡ് ഞാൻ ഈസ്റ്റേണിൻ്റെ പത്തിരിപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നോമ്പിൻ്റെ സമയത്ത് ജോലികളൊക്കെ എളുപ്പമാകാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തു വെച്ചിട്ടുള്ള ചെറിയ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. ഇത് ഒരുപാടൊന്നുമില്ല. ഈ ഒരു രീതിയിലുള്ള തയ്യാറെടുപ്പുകളൊക്കെ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഇതിൽ നമ്മൾ സ്നാക്സ് ഉണ്ടാക്കുന്നതും അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതും അതിലൂടെ നമുക്ക് സമയം കുറച്ച് എളുപ്പമാക്കാനുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഇതിൽ ചെയ്തിട്ടില്ല. അതെന്തായാലും വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പം ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാത്തവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. താങ്ക്